വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. എൻ്റെ ഡ്യൂട്ടി ടൈമിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് എനിക്ക് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ഡ്യൂട്ടിക്ക് കയറിയാൽ മതി. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെയൊക്കെ എഴുന്നേറ്റ് ഒന്ന് ബാൽക്കണിയിലൊക്കെ പോയി കുറച്ച് സമയം വെയിലൊക്കെ കൊള്ളാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആ ഭാഗങ്ങളിലൊന്നും അധികം വെയിലില്ലാത്തത് കൊണ്ട് എന്തായാലും പുറത്തോട്ടേക്ക് ഇറങ്ങി പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റോഡിലോട്ടേക്കൊക്കെ പുറത്തോട്ടേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് സമയമൊക്കെ വെയിൽ കൊള്ളാൻ വേണ്ടി ശ്രമിക്കാറുണ്ടായിരുന്നു. അതുവരെ അങ്ങനെ പുറത്തോട്ടേക്കൊന്നും ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തോട്ടേക്ക് ഇറങ്ങാറില്ലായിരുന്നു രാവിലെ സമയങ്ങളിൽ. പക്ഷേ ഡ്യൂട്ടി ടൈമിൽ വ്യത്യാസം വന്നതോട് കൂടിയിട്ട് ഞാൻ പുറത്തോട്ടേക്ക് ഇറങ്ങി കുറച്ചൊക്കെ വെയിൽ കൊള്ളാൻ വേണ്ടി ശ്രമിച്ചു. മാക്സിമം നമ്മൾ ഈ വെയിൽ കൊള്ളേണ്ടത് രാവിലെ 10 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയമാണ്. പ്രവാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പുറത്തോട്ടേക്ക് പോകുന്നതൊന്നും അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. എൻ്റെ ഡ്യൂട്ടി ടൈം ഇങ്ങനെ ആക്കിയതുകൊണ്ട് എനിക്കത് അനുകൂലമായി വന്നതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളിൽ ഒരു ദിവസം നിർബന്ധമായിട്ട് ഞാനൊരു ഓറഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ രോഗപ്രതിരോധ ക്ഷമതയ്ക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ഓറഞ്ച്. അതുപോലെ തന്നെ സ്കിന്നിനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ്. ഭക്ഷണ സാധനങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇലവർഗ്ഗങ്ങളായിട്ടുള്ള ചീര, ചുവപ്പ് ചീര, പച്ച ചീരയൊക്കെ മാക്സിമം കറി വെച്ചിട്ടും അതുപോലെ തന്നെ തോരൻ വെച്ചിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് ഗുണമോ മിച്ചം വിലയോ തുച്ഛം എന്ന് പറയുന്നത് പോലെ ഒരു ദർഹംസേ ഒരു കെട്ട് ചീരയ്ക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കാനും അതായത് പ്രിപ്പയർ ചെയ്യാനും എളുപ്പമാണല്ലോ. അതുപോലെ തന്നെ മുരിങ്ങയില, അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണ്. അതും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടിയാണല്ലോ ഏറ്റവും ഇത് വളരുന്നത്. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചു. പിന്നെ എഗ്ഗ്, കാൽസ്യം ഡെഫിഷ്യൻസിക്ക് എൻ്റെ ജോലി കുറച്ചും കൂടി ഫിസിക്കൽ എഫേർട്ടുള്ളതായതുകൊണ്ട് നമുക്ക് എല്ലുകൾക്കൊക്കെ നല്ല ബലം വേണം. അപ്പോൾ അതുകൊണ്ട് മുട്ടയും പാലൊക്കെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ടും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.